എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ തിയറി പാർട്ടുകളെല്ലാം നമ്മൾ കഴിഞ്ഞു. നമ്മളിനി ഇന്ന് എടുക്കുന്നത് ജനറലായിട്ടുള്ള കുറേ എല്ലാ ചാപ്റ്ററിനകത്ത് ഞാൻ അവസാനം തിയറി പാർട്ട് കഴിഞ്ഞതിന് ശേഷം ജനറലായിട്ടുള്ള കുറേ ഇക്വേഷൻസ് പറയും. അതായത് സ്റ്റാൻഡേർഡ് ഫോമാണ്. അത് നമ്മൾ ജനറലായിട്ട് ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്താൻ എളുപ്പമാർഗ്ഗമാണ്. കാരണം എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് സേവ് ചെയ്യുന്ന ടൈം എടുത്തിട്ട് വേണം കൂടുതൽ ടൈം എടുത്ത് നമുക്ക് സോൾവ് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. ഇത് ജനറൽ ഇക്വേഷൻസ് ആണ്. അതിനകത്ത് ഓരോ ജനറൽ ഇക്വേഷൻസ്, അപ്പോൾ ജനറൽ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാൻ പഠിച്ചു വയ്ക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അത് ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് the magnitude of the resultant of two vectors is equal to the magnitude of their difference. What is angle between them? ഇത് നമ്മൾ ആക്ച്വലി തിയറി പഠിച്ച സമയത്ത് തന്നെ ജനറൽ ഇക്വേഷൻ ഞാൻ പഠിച്ചിരുന്നതാണ്. റിസൾട്ടന്റും ഡിഫറൻസും, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുന്നത് 90 ഡിഗ്രിയിലാണ്. അത് എങ്ങനെ കിട്ടും? വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ്. റിസൾട്ടന്റും ഡിഫറൻസും ഈക്വൽ ആകുന്നത് എത്ര ഡിഗ്രിയിലാണ്? നമ്മൾ പഠിച്ചത് 90 ഡിഗ്രിയിൽ. എന്നാലും നമ്മൾ അതുകൂടെ ചെയ്യുന്നു. Resultant is equal to difference. That is root of magnitude of resultant is equal to magnitude of difference. That is root of a square plus b square plus 2ab cos theta is equal to root of a square plus b square minus 2ab cos theta. സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ a square plus b square plus 2ab cos theta is equal to a square plus b square minus 2ab cos theta. a square cancel ആയി, b square cancel ആയി. ഇതിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 4ab cos theta is equal to 0. That is cos theta is equal to 0. Therefore theta is equal to 90 degree. This is answer. എന്നാൽ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്താലേ ആൻസർ കിട്ടും. ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് മനസ്സിലാക്കാം? ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുകയാണെങ്കിൽ തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിസൾട്ടന്റ് ഓഫ് ടു ഈക്വൽ വെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടേഴ്സ്. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദം? ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ നമ്മുടെ എൻട്രൻസിന് ചോദിച്ചു. മറ്റേ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ പ്രാവശ്യം നമുക്ക് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഈക്വൽ വെക്ടേഴ്സ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ്, ടു ഈക്വൽ ഫോഴ്സസ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ്, ദ റിസൾട്ടന്റ് ഈസ് ആൾസോ ഈക്വൽ ടു വൺ ഓഫ് ദ വെക്ടർ. രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണ്, അവരുടെ റിസൾട്ടന്റും സെയിം വെക്ടർ തന്നെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ? അതും നമ്മൾ പഠിച്ചതാണ്. ടു ഈക്വൽ വെക്ടേഴ്സ് മേക്സ് ആൻ ആംഗിൾ 120 ഡിഗ്രി, ദെൻ ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ ഉള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇതാണ് രണ്ട് ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിനുള്ള ഇക്വേഷൻ. ഇവിടെ വെക്ടർ എ ആണ്, റിസൾട്ടന്റും എ ആണ്. എ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. a square is equal to 2a square into 1 plus cos theta. a square cancel ആയിപ്പോയി. Therefore 1 by 2 is equal to 1 plus cos theta, or cos theta is equal to 1 by 2 minus 1, that is equal to minus half. cos theta യുടെ വാല്യൂ മൈനസ് ഹാഫ് വരണമെങ്കിൽ 120 ഡിഗ്രി. അപ്പൊ ഇത് നമ്മൾ ഇത്ര രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 2a, 60 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 3a, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 2a, 120 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ 0. ഡിഫറൻസ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ആയി. ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? ഇതിന്റെ മുമ്പുള്ള വീഡിയോ ജസ്റ്റ് കാണുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും പരീക്ഷകൾക്ക് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് JEE ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്നെഴുതി നീറ്റിന് ചോദിക്കില്ല എന്നല്ല, ചോദിക്കും. Let V be the velocity of a boat in still water and U is the velocity of the river. What is the time taken by the boat to travel a distance in upstream, downstream, and the total time taken in upstream and downstream? ഇത് ചോദിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് അറിയാവുന്നതിൽ മാത്രമേ ഇത് കഴിഞ്ഞു വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു റിവർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു. റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെന്ന് എഴുതുക.
ഈ റിവർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. ഒരു ബോട്ടിന് സ്റ്റിൽ വാട്ടറിൽ നിശ്ചലമായിട്ട് കിടക്കുന്ന വെള്ളത്തിൽ ഒരു ബോട്ടിനിട്ടാൽ അവൻ പോകുന്ന വെലോസിറ്റി വി ആണ്. ആ ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ വെലോസിറ്റി വി. അതിന് നമ്മളൊരു റിവറിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഈ റിവറിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്സ്ട്രീം. അപ്പൊ അപ്സ്ട്രീം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുക. ഇവൻ എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് എ ടൈം ടേക്കൺ. അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് വെലോസിറ്റി, കാരണം ബോട്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ റിവർ അവന്റെ മോഷന് ഓപ്പോസ് ചെയ്യും. therefore റിസൾട്ടന്റ് വെലോസിറ്റി v മൈനസ് യു. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ t1 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ v മൈനസ് യു. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ റിവറിന്റെ ഫ്ലോയുടെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തത് ഡൗൺ സ്ട്രീം. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ഇതാണ്. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ റിവറിന്റെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുക. അപ്പോൾ ഇവൻ എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ഇൻ ഡൗൺ സ്ട്രീം. ഹിയർ ദ റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v പ്ലസ് യു. കാരണം റിവർ മൂവ് ചെയ്യുന്ന സമയത്ത് ബോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് റിവർ കൂടി അവന്റെ മോഷനെ പ്രൊമോട്ട് ചെയ്യും. therefore time taken t2 is equal to s divided by v plus u. This is the second equation. അതിനകത്ത് ഇനി ഒരു കാര്യം പറയുന്നുണ്ട്. ടോട്ടൽ ടൈം ടേക്കൺ ഇൻ അപ്സ്ട്രീം, അതായത് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരാനെടുക്കുന്ന ടോട്ടൽ ടൈം എത്ര, അത് കണ്ടുപിടിക്കാൻ വേറെ ടോട്ടൽ ടൈം t is equal to t1 plus t2. That is equal to s divided by v minus u plus s divided by v plus u. That is equal to s നെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ v minus u into v plus u is equal to v square plus u square. v square minus u square upon v plus u plus v minus u. minus u cancel ആയി പോയി കഴിഞ്ഞാൽ therefore answer is equal to 2v, that is 2sv divided by v square minus u square. This is the total time taken. അടുത്തത് നമുക്ക് ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് 4-ാമത്തെയും 5-ാമത്തെയും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 4th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ടൈം ടേക്കൺ ബൈ എ ബോട്ട് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം ഈസ് t1. വേറെ ഒന്നും തന്നിട്ടില്ല. അപ്സ്ട്രീമിൽ സഞ്ചരിക്കാൻ എടുത്ത ടൈം t1 ടു ട്രാവൽ എ സർട്ടൻ ഡിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ നമുക്ക് എസ് തന്നെ എടുക്കാം. തിരിച്ച് ഡൗൺ സ്ട്രീമിൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം t2 ആണെങ്കിൽ വാട്ട് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇവൻ അപ്സ്ട്രീമിൽ സഞ്ചരിക്കുന്നത്, നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് വേറെ ഒരു ക്വാണ്ടിറ്റിയും തന്നിട്ടില്ല. അപ്സ്ട്രീമിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എസ് ആണെന്ന് കരുതുക. അവിടെ എടുക്കുന്ന ടൈം t1 ആണ്. ഡൗൺ സ്ട്രീമിൽ അവൻ എടുക്കുന്ന ടൈം, ഡൗൺ സ്ട്രീമിൽ സെയിം ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ, അപ്പോൾ അത് എസ് ആണെന്നിരിക്കട്ടെ, എടുക്കുന്ന ടൈം t2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ വെലോസിറ്റി എത്രയാണ്? v. അപ്പൊ സ്റ്റിൽ വാട്ടറിൽ സെയിം ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം t3 ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ v. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ക്വസ്റ്റിനകത്ത് ആലോചിക്കുക, എസ് തന്നിട്ടില്ല, യു തന്നിട്ടില്ല, v തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ബോട്ടിന്റെ വെലോസിറ്റി സ്റ്റിൽ വാട്ടറിൽ v ആണെന്നിരിക്കട്ടെ, റിവറിന്റെ വെലോസിറ്റി u ആണെന്നിരിക്കട്ടെ. Then time taken t1 in upstream is equal to നേരത്തെ എഴുതി equation s divided by v minus u. From this v minus u is equal to s divided by t1. അതുപോലെ t2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? t2 is equal to s divided by v plus u. Therefore v plus u is equal to s divided by t2. നമുക്ക് വേണ്ടുന്നത് v ആണ്. ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ v മൈനസ് യു v പ്ലസ് യു, ദാറ്റ് ഈസ് 2v is equal to s divided by t1 plus s divided by t2. എസിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ t1 t2 upon t1 plus t2. അതുകൊണ്ട് നമ്മൾ v യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ v is equal to s divided by
2 എന്ന് കിട്ടും. നമ്മൾ ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T3 is equal to S divided by S into T1 plus T2 upon 2T1 T2. 2T1 T2 മോളിൽ പോയി. എസും എസും കൂടി ക്യാൻസൽ ആയി. Therefore finally നമുക്ക് ആൻസർ എന്ത് കിട്ടി? T3 is equal to 2T1 T2 divided by T1 plus T2. This is the final answer. അപ്പോൾ നമ്മളുടെ ആൻസർ നമ്മൾ ഇവിടെ ഓർക്കുക. ടൈം ടേക്കൺ ബൈ എ ബോട്ട് ടു ട്രാവൽ എ ഡിസ്റ്റൻസസ് ഇൻ certain distance in upstream is T1, downstream is T2, then what is the time taken by the boat to travel the same distance in still water എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി വെക്കുക. 2T1 T2 divided by T1 plus T2. അല്ലാതെ നമ്മൾ ഡിറൈവ് ചെയ്യാനാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി ഡിറൈവ് ചെയ്താൽ മാത്രമേ നമുക്കതിന്റെ ആൻസർ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ഈ ആൻസർ കാണാതെ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. ടൈം ടേക്കൺ ബൈ എ ബോട്ട് ടു ട്രാവൽ എ ഡിസ്റ്റൻസസ് certain distance in upstream T1, downstream T2, then time taken by the boat to travel the same distance in still water is equal to 2T1 T2 divided by T1 plus T2. Next question എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക. In the above question, what is the time taken by the boat to travel the same distance in river with its engine cut off? എഞ്ചിൻ ഓഫ് ആക്കിയ ശേഷം ഒരു റിവറിൽ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? റിവറിന്റെ വെലോസിറ്റിയിൽ അവൻ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T4 is equal to S divided by U ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഞ്ചിൻ ഓഫ് ആക്കിയതിനു ശേഷം നമ്മൾ റിവറിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ റിവർ ആ ബോട്ടിനെ തള്ളിയെടുത്തുകൊണ്ട് പോകും. Therefore time taken is equal to S divided by U. എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ എഴുതിയ സാധനം ഓർക്കുക. ഈ ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2V കിട്ടുമായിരുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് U കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു വിയും ക്യാൻസൽ ആയിട്ട് 2U is equal to S divided by T2 minus S divided by T1 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് ഇതുപോലെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ T1 T2 upon T1 minus T2 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് U നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ S divided by 2 into T1 plus T2 divided by T1 T2 എന്ന് കിട്ടും. ഈ വാല്യൂ കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is equal to S divided by S into T1 minus T2 divided by 2 T1 T2. S ക്യാൻസൽ ആയി. അപ്പോൾ ടൈം ടേക്കൺ T4 is equal to 2 T1 T2 divided by T1 minus T2. This is the answer. അപ്പൊ നമ്മൾ ആ 4 ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്സ്ട്രീമിൽ T1, ഡൗൺസ്ട്രീമിൽ T2. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ എത്ര ടൈം ടേക്കൺ? 2T1 T2 divided by T1 plus T2. റിവറിൽ എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ റിവറിനകത്ത് സെയിം ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ എത്ര ടൈം? 2T1 T2 divided by T1 minus T2. ഇത്രയും കാര്യം. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോകും. എന്താ 6th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഇതാണ്. Let U be the velocity of a river and V be the velocity of the boat in still water. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബോട്ട്മാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നു. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു റിവർ ഫ്ലോ ചെയ്യുന്നു. ആ റിവറിന്റെ വെലോസിറ്റി U ആണ്. ഒരാള് അതിന്റെ ഒരു ബാങ്കിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ബോട്ടുമായിട്ട് ഇയാൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നു. റിവറിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റി, റിവറിന്റെ വെലോസിറ്റി, ബോട്ടിന് സ്റ്റിൽ വാട്ടറിലെ വെലോസിറ്റി V. ഇയാളുടെ എയിം എന്താണെന്ന് അറിയാമോ? ഈ എയിൽ നിൽക്കുന്നയാൾക്ക് നേരെ B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരണം. നേരെ ഓപ്പോസിറ്റ് പോയിന്റ്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ലെറ്റ് U be the velocity of the river of width x and V be the velocity of the boat in still water. What is the direction in which the boat moved to reach the opposite side exactly in front of his present position? നിൽക്കുന്ന പൊസിഷന്റെ നേരെ മുമ്പിൽ എത്തിച്ചേരണമെങ്കിൽ അയാൾ എങ്ങോട്ടേക്ക് ബോട്ടിനെ മൂവ് ചെയ്യണം? And what is the time taken? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ നേരെ ബോട്ടുമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഈ റിവർ തള്ളിയെടുത്ത് ഇയാളെ വേറെ എവിടെയെങ്കിലും
ആയിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക. അയാൾക്ക് ബിയിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് ബിയിൽ എത്തിച്ചേരണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഈ ഡയറക്ഷനിൽ എങ്ങോട്ടേക്കെങ്കിലും മൂവ് ചെയ്യണം. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം വിത്ത് വെലോസിറ്റി വി. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ റിവർ അയാളെ പതുക്കെ മൂവ് ചെയ്യിച്ച് അയാളത് ഇങ്ങനെ കറങ്ങി ഇവിടെ എവിടെയെങ്കിലും എത്തണം. അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, പക്ഷെ എത്തിച്ചേരുന്നത് ബിയിലും ആകണമെങ്കിൽ എത്ര ഡിഗ്രി ആംഗിളിൽ ഇയാൾ മൂവ് ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ സംഭവം സിമ്പിൾ ആണ്. ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. Therefore, sin theta is equal to u divided by v, or theta is equal to sin inverse u divided by v. This is the answer. പക്ഷേ sin inverse u by v with perpendicular of the റിവറിന്റെ ഡയറക്ഷന് റിവർ ഫ്ലോ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് ആ ഡയറക്ഷൻ വിത്ത് ദ റിവർ ഫ്ലോ എന്നാണ്. റിവർ ഫ്ലോയുമായിട്ട് എത്ര ഡിഗ്രി ആംഗിളിൽ മൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ നിങ്ങൾ എടുത്തു വെച്ചേക്കരുത്, തെറ്റാണത്. ശരിക്കും രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടെയിൽ ഓഫ് വൺ വെക്ടർ ഈസ് ജോയിന്റ് വിത്ത് ദ ടെയിൽ. അല്ലാതെ ഹെഡുമായിട്ട് ജോയിൻ ചെയ്താൽ ഇതിനെ ആംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഒരാളതാ ഇങ്ങോട്ടേക്ക് വന്നു, ആ വന്നയാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു പോയി. അയാൾ എത്ര ഡിഗ്രി ടേൺ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇതെടുത്ത് വെക്കരുത്, തെറ്റാണ്. ഇതാണ് അയാൾ ടേൺ ചെയ്ത ആംഗിൾ. അതെങ്ങനെ കണ്ടുപിടിക്കും? ടെയിലും കൂടെ ജോയിൻ ചെയ്യും. ഈ ടെയിലിനെ കൊണ്ടുവന്ന് ഇതുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ടെയിൽ ഓഫ് വൺ വെക്ടർ ഈസ് ജോയിന്റ് വിത്ത് ദ ടെയിൽ ഓഫ് ദ അതർ. അപ്പൊ റിവർ ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മാത്രമല്ല, എല്ലായിടത്തും റിവർ ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതാണ് ശരിക്കും റിവറുമാൻ്റെ ഫ്ലോയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞ് ഇതാണ്. ദാറ്റ് ഈസ് ഓർ 90 പ്ലസ് തീറ്റ വിത്ത് ദ റിവർ ഫ്ലോ. 90 പ്ലസ് തീറ്റ മറന്നു പോകരുത്. But he should row the boat at an angle theta is equal to sin inverse u by v with the perpendicular of the river, or at an angle 90 plus theta with the river flow. രണ്ടു ഓർത്തിരിക്കുക. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? ടൈം ടേക്കൺ കണ്ടുപിടിക്കാൻ അതിന് നല്ല കൺസെപ്റ്റ് എടുത്തോണം. ടൈം ടേക്കൺ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ബോട്ടിന്റെ ഇങ്ങോട്ടുള്ള വെലോസിറ്റി, ഇതിനെ ഞാൻ സി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി, ഇത് നല്ലൊരു കൺസെപ്റ്റാണ്, മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി വി, ഇങ്ങോട്ടേക്കുള്ളത് യു. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി എത്രയായി? രണ്ട് ആൻസർ എഴുതാം. ഒന്നുകിൽ വി കോസ് തീറ്റ, വിയുടെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ, സോറി വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, പൈതഗോറസ് തിയറം. അപ്പൊ ഈ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി ഒന്നുകിൽ വി കോസ് തീറ്റ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി അങ്ങനെ എഴുതിയിട്ട് കുളവാകണ്ട. ഓർ റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇവിടെ ഞാൻ എഴുതുന്നു time taken to reach the opposite t is equal to AB divided by V cos theta. AB divided by V cos theta. Displacement by velocity in that direction. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? or time taken is equal to AB divided by root of V square minus U square. ഇത് രണ്ടും പഠിച്ചു വയ്ക്കണം. രണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതൊന്നും അല്ല വിഷയം, ഇതൊന്നും അല്ല. ഇനി വേറൊരു വിഷയം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം, ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ദിസ് വെലോസിറ്റി. ഞാൻ അവിടെ മറന്നു പോരുത്. എ ബി ഡിവൈഡഡ് ബൈ വി കോസ് തീറ്റ എന്ന് പറയുന്നത് തന്നെയാണ് എ സി ഡിവൈഡഡ് ബൈ വി എന്ന് പറയുന്നത് തന്നെയാണ് സി ബി ഡിവൈഡഡ് ബൈ യു. അതായത് റിവർ ഫ്ലോ ചെയ്യാതെ വി വെലോസിറ്റിയിൽ അയാൾ സഞ്ചരിച്ചിരുന്നു എങ്കിൽ നേരെ ഇവിടെ എത്തിച്ചേരും. ആ ടൈമും
AB ഡിവൈഡഡ് ബൈ V cos θ എന്ന് പറയുന്ന ടൈമും ആ സമയത്ത് റിവർ ഇവിടെ നിന്ന് റിവർ ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. അപ്പോൾ AC ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ V cos θ ഈസ് ഈക്വൽ ടു CB ഡിവൈഡഡ് ബൈ U. മൂന്നും ഒന്ന് തന്നെയാണ്. മനസ്സിലാക്കി വെക്കണേ. ഇത് വെച്ചുകൊണ്ട് പല പ്രോബ്ലവും നമുക്ക് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യം ഓർക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? But to reach the opposite side exactly in front of his present position, he should row the boat at an angle of theta is equal to sin inverse U by V with the perpendicular of the river, or at an angle theta plus 90 degree with the river flow, and the time taken is equal to AB divided by V cos theta, or it is equal to AB divided by root of V square minus U square. കൂടാതെ ഈ പോയിന്റ് കൂടി ഓർത്ത് പിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. അപ്പൊ ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കുക. ടു റീച്ച് ദ ഓപ്പോസിറ്റ് സൈഡ് എക്സാക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് പ്രസന്റ് പൊസിഷൻ, നിൽക്കുന്നതിന്റെ നേരെ ഫ്രണ്ടിൽ എത്തിച്ചേരണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ഇത് തന്നെയാണ് ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത്. ഇയാളുടെ ഏറ്റവും മിനിമം പാത്ത് ഇതാണ്. അപ്പോൾ ഇതിന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് പറയത്തില്ല, നേരെ ഫ്രണ്ടിൽ എത്തിച്ചേരണമെന്ന് പറയത്തില്ല, പകരം പറയുന്നത് ടു റീച്ച് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിലും ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഇവിടെ നിൽക്കുന്ന ഈ സെയിം ക്വസ്റ്റ്യനകത്ത് ഇവിടെ നിൽക്കുന്ന അയാൾ പറയുകയാണ്, എനിക്ക് അപ്പുറത്തെ സൈഡിൽ എത്തിച്ചേരണം, അത് മിനിമം ടൈമിൽ എത്തിച്ചേരണം. ഇവിടെ പാത്ത് മിനിമം ആണെങ്കിലും എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും, കൂടുതൽ സമയം എടുക്കും, പക്ഷെ നേരെ ഫ്രണ്ടിൽ എത്തിച്ചേരാം. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ അതല്ല പറയുന്നത്. ഇയാൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ എത്തിച്ചേരണം, പക്ഷെ ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തിച്ചേരണം. അങ്ങനെ ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തണമെങ്കിൽ എത്ര ഡിഗ്രി ആംഗിളിൽ മൂവ് ചെയ്യണം? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ടു റീച്ച് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം? അതാണ് ഇത് എഴുതിയത്. വാട്ട് ഈസ് ലീസ്റ്റ് ടൈമിൽ. അപ്പൊ നമ്മൾ ഈ ലീസ്റ്റ് ടൈമിൽ എത്തണമെങ്കിൽ പഴയ ഇക്വേഷൻ നോക്കുക. ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? AB ഡിവൈഡഡ് ബൈ V cos θ. അപ്പൊ നമ്മൾ പറയും we know that normally time taken T is equal to AB divided by V cos θ. ഈ ടൈം മിനിമം ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നുകിൽ AB കുറയണം. AB ഒരിക്കലും കുറയില്ലല്ലോ. ഒരുത്തൻ നീന്താൻ അറിഞ്ഞോളൂ, അതുകൊണ്ട് കര രണ്ടും കൂടെ അടുത്തു കൊടുക്കുമോ? അതെന്തായാലും ഇല്ല. AB ചെറുതാവില്ല. V ഇയാളുടെ മാക്സിമം ആണ് V. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം കോസ് തീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. T minimum is equal to AB divided by V when cos theta is equal to 1. Cos theta വാല്യൂ മാക്സിമം ആയാൽ ടൈം മിനിമം ആവും. കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം വരണമെങ്കിൽ തീറ്റ എത്രയായിരിക്കണം? 0 ഡിഗ്രി. അതായത് ഇയാൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, എത്തിച്ചേരുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ ഇതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം. But to reach the opposite side in shortest time, he should row the boat exactly perpendicular to the river flow. River flow ക്ക് perpendicular ആയിട്ട് മൂവ് ചെയ്യുക. അത് ആ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ V. ഇത്രയും കാര്യങ്ങളും റിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ നമ്മുടെ JEയുടെ പരീക്ഷയും ഇത് നമ്മുടെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട് പണ്ടത്തെ എക്സാമിനേഷൻ. ഇപ്പൊ ഈ കഴിഞ്ഞ JEയുടെ പരീക്ഷയ്ക്ക് 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ദിസ് ഈസ് ദ 7th ക്വസ്റ്റ്യൻ. അടുത്തത് 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, എന്നാലും ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കൺസിഡർ 4 persons A, B, C and D are initially at rest at the corners of a square of side L. Now they are moving with the velocity V in such a way that A is always moving towards B, B towards C, C towards D and D towards A. After how much time they will meet എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയർ നമ്മൾ നോർമലി ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആൻസർ ഇൻഫിനിറ്റി എന്ന് നമ്മൾ ചിലപ്പോൾ എഴുതിയേക്കാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡ് എന്തോ ആയിക്കോട്ടെ. ഇവിടെ ഒരാൾ നിൽക്കുന്നു A, ഇവിടെ വേറൊരാൾ നിൽക്കുന്നു B, ഇവിടെ ഒരാൾ നിൽക്കുന്നു C, ഇവിടെ ഒരാൾ നിൽക്കുന്നു D. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെല്ലാവരും കൂടി ഒന്നിച്ച് മോഷൻ സ്റ്റാർട്ട് ചെയ്തു. A is moving towards B. A is always moving towards B. അതവിടെ ഈ ആൾവേസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. B is always moving towards C, C towards D and D towards A.
അങ്ങനെയാണെങ്കിൽ ഇവർ എപ്പോൾ മീറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇയാളുടെ വെലോസിറ്റി v ആണ്, ഇയാളുടെ വെലോസിറ്റി v ആണ്, ഇയാളുടെ വെലോസിറ്റി v ആണ്, ഇയാളുടെയും വെലോസിറ്റി v ആണ്. അപ്പൊ പിന്നെ അവരെങ്ങനെ മീറ്റ് ചെയ്യും? എല്ലാവരും ഒന്നിച്ചതാ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇയാൾ ഇവിടെ എത്തുമ്പോൾ ഇവൻ ഇവിടെ എത്തും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ല ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയോട് പറഞ്ഞിരിക്കുന്നത് എ ഈസ് ആൾവേസ് മൂവിങ് ടുവേഴ്സ് ബി. അതിന്റെ അർത്ഥം ഇത് എയും ഇത് ബിയും ആണെന്നിരിക്കുക. ഇയാൾ മൂവ് ചെയ്ത് ഇയാൾ മൂവ് ചെയ്ത് ബിയുടെ നേരെ മൂവ് ചെയ്യാൻ, അല്ലാതെ ഇതിലേ വരാനല്ല പറയുന്നത്. എയുടെ ബി ഇവിടെ ചെല്ലുമ്പോൾ എ അവന്റെ നേരെ മൂവ്. അപ്പൊ ബിയുടെ നോട്ടം എപ്പോഴും എയുടെ നേരെയാണ്. ബി ഇങ്ങോട്ട് പോയാൽ അവന്റെ കൂടെ പോകും, ബി മേലോട്ട് പോയാൽ അവന്റെ നേരെ പോകും. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ സപ്പോസ് ഇവിടെ എത്തുകയാണെങ്കിൽ ബി ഇവിടെ എത്തും, ആ സമയത്ത് സി ഇവിടെ എത്തും, ഡി ഇവിടെയും എത്തും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഇനി എ മൂവ് ചെയ്യുന്നത് ബിയുടെ നേരെ, ബി മൂവ് ചെയ്യുന്നത് സിയുടെ നേരെ, സി മൂവ് ചെയ്യുന്നത് ഡിയുടെ നേരെ, ഡി മൂവ് ചെയ്യുന്നത് എയുടെ നേരെ. അപ്പൊ ഇങ്ങനെയായി. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഇവിടെ എത്തും, ഇയാൾ ഇവിടെ എത്തും, ഇയാൾ ഇവിടെ എത്തും, ഇയാൾ ഇവിടെ എത്തും. ഇനി ഇവൻ മൂവ് ചെയ്യുന്നത് എയുടെ നേരെ, എ ബി സിയുടെ നേരെ, സി ഡിയുടെ നേരെ, ഡി. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് കുറഞ്ഞു. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് സ്ക്വയറിന്റെ സൈഡ് കുറഞ്ഞ് അവസാനം ഇവരെല്ലാവരും കൂടി സെന്ററിൽ വന്നങ്ങ് മീറ്റ് ചെയ്യും. ഇങ്ങനെ വന്നു. അപ്പൊ ശരിക്കും ഒരാളുടെ പാത്ത് പോണ എങ്ങനെയാണെന്നറിയാമോ? ബി എന്ന് പറയുന്ന ആളിന്റെ പാത്ത് പോണത് ഇതിലേ വന്ന് ഇതിലേ പോയി ഇങ്ങനെ പോയി കറങ്ങി ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ഇതാണ് അയാളുടെ പാത്ത്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ അയാളുടെ പാത്ത് മാത്രം ഞാൻ വരയ്ക്കുന്നു. ഇങ്ങനെ എത്തും. ഈ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആള് അവസാനം ഓയിൽ എത്തിച്ചേരും. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ഇവിടെ എത്തുമ്പോൾ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് BO ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈ ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി v cos 45. Therefore, time taken is equal to BO divided by velocity in the direction of displacement. Displacement by velocity in that direction. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ അല്ല, v അല്ല. അപ്പോൾ ഇവിടെ BO എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഇത് L ആണെങ്കിൽ ഇത് L√2, അതിന്റെ പകുതി ആകുമ്പോൾ L/√2. L/√2 divided by V into 1/√2. Therefore, answer is equal to L/V. This is the time taken. ഓർത്തു നോക്കുക, ചോദിച്ചാൽ ഒറ്റയടിക്കങ്ങ് ആൻസർ. അല്ലാതെ നമ്മൾ പിന്നീട് രണ്ടാമത് ഇതിനു വേണ്ടി ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇല്ല. അല്ലാതെ ഇത്രയും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം പോകും, ആലോചിച്ച് പിടിച്ചൊക്കെ വരും. അപ്പൊ എന്തായാലും 4 പേര് ഒരു സ്ക്വയറിന്റെ 4 കോർണർ നിൽക്കുന്നു. എല്ലാവരും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എ മൂവിങ് ടുവേഴ്സ് ബി, അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ അവർ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? സെൻട്രൽ വെച്ച് മീറ്റ് ചെയ്യും. എപ്പോൾ മീറ്റ് ചെയ്യും? ആഫ്റ്റർ എ ടൈം ഓഫ് L/V. ഇതാണ് നമുക്ക് അതിന്റെ ആൻസർ. ഇതുപോലെ ഇതിന് പകരം ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകാം. ഇതുപോലെ 3 persons are initially at the 3 corners of an equilateral triangle of side L. Now they are moving with the velocity v in such a way that A is always moving towards B, B is always moving towards C, and C is always moving towards D, and D is always moving towards A. ഇങ്ങനെ വരികയാണെങ്കിൽ what is the time after which they will meet എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തും നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. ഇവിടെ നിന്ന് വരുന്നത് ഇങ്ങനെ ഇവിടെ വരും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഇത് 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് XA ഡിവൈഡഡ് ബൈ V cos 30. അത് ചെയ്യുമ്പോൾ 2L/3V എന്ന് കിട്ടും. ടൈം ടേക്കൺ T ഈസ് ഈക്വൽ ടു 2L ഡിവൈഡഡ് ബൈ 3V. ഇത് രണ്ടും ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക.
സ്ക്വയർ ആണെങ്കിൽ L by V, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ 2L divided by 3V. ഇത് രണ്ടും ആൻസർ പഠിച്ചു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതൊരു കുറെ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം പെട്ടെന്ന് പറയാം. A particle moving with a uniform velocity in a circular path. What is the change in velocity after it was described? 1/3 rotation, 2/3 rotation, 1/4 rotation, 3/4 rotation, half rotation and full rotation. ഇത് സർക്കുലാർ മോഷൻ കൂടി പഠിച്ചാലേ പറ്റൂ. റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഒരു പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ അവൻ ഫസ്റ്റ് ഇവിടെ നിൽക്കുകയാണെന്നില്ല, ആ സമയത്ത് അവന്റെ ലീനിയർ വെലോസിറ്റി v ഇങ്ങോട്ട്. യൂണിഫോം സർക്കുലാർ മോഷനകത്ത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് റിമെയിൻസ് എ കോൺസ്റ്റന്റ് ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ 1/3 റൊട്ടേഷൻ. അപ്പോൾ ടോട്ടലിനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 1/3 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നോ എന്താ ഇവിടെ എത്തി, അപ്പോൾ അവന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. ഇവൻ കറങ്ങിയ ആംഗിൾ 120 ഡിഗ്രി. Two equal vectors which makes an angle 120 degree, then what is a change? Change is equal to √3V. സോറി 120 ഡിഗ്രി ആകുമ്പോൾ V അല്ലേ, അത് റിസൾട്ടന്റ്. ഡിഫറൻസ് ആകുമ്പോൾ തിരിഞ്ഞു വരുമോ നിങ്ങൾ ചെയ്ത് അത് മറ്റേ കാണാൻ പഠിച്ചു വയ്ക്കണം, വേറെ മാർഗമില്ല. ഇവിടെ ഞാൻ അതൊന്ന് എഴുതി വെക്കുന്നു, ഡിഫറൻസ് എഴുതുന്നു. 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0. 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് A. 90 ഡിഗ്രി ആണെങ്കിൽ ചേഞ്ച് ആണ് √2A. 120 ഡിഗ്രി ആണെങ്കിൽ √3A. 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 2A. ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കുന്നു, റിസൾട്ടന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ 120 ഡിഗ്രി ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3V. അടുത്ത 2/3 റൊട്ടേഷൻ ആണെങ്കിൽ 2/3 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ എത്തണം. അപ്പോൾ ഇവൻ ടേൺ ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ഇവൻ ടേൺ ചെയ്യുന്ന ആംഗിൾ 2/3. 360 2/3 എന്ന് പറയുമ്പോൾ 240. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടർ ഈസ് ഈക്വൽ ടു 180 ആണ്. 180യേക്കാൾ കൂടുതൽ ആംഗിൾ വന്നു കഴിഞ്ഞാൽ അത് എടുക്കരുത്. അപ്പോൾ ഇതല്ല എടുക്കേണ്ടത്, 240 കഴിഞ്ഞാൽ ഈ ആംഗിൾ എടുക്കണം, ദാറ്റ് ഈസ് 120. അപ്പോൾ വീണ്ടും എത്ര തന്നെയാണ്? 120 ഡിഗ്രി. 180 കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ആംഗിൾ എടുക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കണം. മാക്സിമം ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി ആൻഡ് അഗൈൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3V തന്നെ. ഫസ്റ്റിലത്തിന്റെ ആൻസറും 1/3 റൊട്ടേഷൻ ആണെങ്കിലും 2/3 റൊട്ടേഷൻ ആണെങ്കിലും ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3V. അടുത്ത എന്താണ്? 1/4 റൊട്ടേഷൻ. അപ്പൊ നമ്മുടെ ടോട്ടലിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 1/4 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2V. അടുത്ത എത്രയാണ്? 3/4 റൊട്ടേഷൻ. 3/4 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ വരും. അപ്പോൾ ഇത് 270, അതെടുക്കാൻ പാടില്ല, എടുക്കേണ്ടത് ഈ 90 ഡിഗ്രി. അഗൈൻ ഫോർത്തിനകത്തുള്ള ആൻസറും ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2V തന്നെ. മനസ്സിലാവുന്നുണ്ടേ? അടുത്തത് ഹാഫ് റൊട്ടേഷൻ. ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഹാഫ് റൊട്ടേഷൻ. ഹാഫ് റൊട്ടേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2V. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് V ആണെങ്കിൽ ഇത് -V. V മൈനസ് V അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ 2A. ഇനി അടുത്തൊരു ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ, ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ അവൻ ഇവിടെ തന്നെ എത്തും. ദാറ്റ് ഈസ് θ0 ആണ്. θ0 ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇത്രയുമാണ് കണ്ടീഷൻ. ഇത് പഠിച്ചു വയ്ക്കണം. നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു ക്വസ്റ്റൻ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ചെയ്യാൻ തന്നെ സംഭവം എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുമ്പുള്ള വെലോസിറ്റിയുടെ കുറെ റിസൾട്ടന്റുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം വന്നാൽ ഈ പറഞ്ഞ ഇത്രയും മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാകില്ല. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിക്കും വൺ ഡയമെൻഷനുമായിട്ട് കൂടി റിലേറ്റഡ് ആണ്. എ ട്രെയിൻ ഓഫ് ലെങ്ത് L is moving with a velocity v1 along a straight line and a bird is flying in the opposite direction with a velocity v2. What is the crossing time? ശരിക്കും ഇത് നമുക്ക് വൺ ഡയമെൻഷൻ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു.
അവന്റെ വെലോസിറ്റി v1. ഒരു ബേർഡ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്നു, വെലോസിറ്റി v2. ക്രോസ് ചെയ്യാൻ എത്ര ടൈം വരും? ക്രോസിംഗ് ടൈമിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, അത് നമ്മുടെ 1 ഡയമെൻഷൻ, അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ക്രോസിംഗ് ടൈം ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ഇവിടെ തൽക്കാലം ഒന്ന് ആൻസർ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിലേറ്റീവ് ഡിസ്റ്റൻസ്, ഇവൻ ക്രോസ് ചെയ്യേണ്ടത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് L. രണ്ട് ബോഡി ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ L ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ക്രോസിംഗ് ടൈം. ചിലപ്പോൾ എന്ത് പറയുമെന്നറിയാമോ? ബേർഡ് ഫ്ലൈ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ബേർഡിനെ എപ്പോൾ ക്രോസ് ചെയ്യും? ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത്തെ കേസിലാണെങ്കിൽ ക്രോസിംഗ് ടൈം t is equal to L divided by v minus u. If two bodies are moving in the same direction, then relative velocity is equal to v minus u. Opposite ആണെങ്കിൽ v plus u. ജസ്റ്റ് ഓർത്തിരിക്കുക, 1 ഡയമെൻഷൻ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവിടെ പഠിക്കാം. ഓക്കെ, ഇത് നേരത്തെ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച in the above question, the bird is moving in the same direction, then what is a crossing time? ഇത്രയും ആയപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻസ് ഇത്രയും നന്നായിട്ട് കാണാൻ പഠിച്ചു വയ്ക്കണം. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വെക്ടറിനാന്നുള്ള ക്വസ്റ്റൻ ചോദിച്ചാൽ കുറെ ഇത്രയും ക്വസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം. ഇനി നമുക്ക് ഇതിനകത്ത് പഴയ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്ടറിനകത്തൊക്കെ സാധാരണ വെക്ടറിന്റെ ആപ്ലിക്കേഷനാണ്. വെക്ടർ നമുക്ക് മറ്റ് ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വെക്ടറിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ കുറവാണ്. വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ മാത്തമാറ്റിക്സ് ആണ്. എന്നാൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10-14 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതിനകത്തുള്ള ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ജനറൽ ഇക്വേഷൻസ്, നമ്മൾ ഇതിനകത്ത് ജനറൽ ഇക്വേഷൻസ് ഇത്രയേ ഉള്ളൂ. ഇനി 1 ഡയമെൻഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഷ്ടംപോലെ ജനറൽ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് പഠിക്കണം. അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേയധികം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉടനെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഇത് ഇയർ കൊടുത്തിട്ടുണ്ട് 2021 ഓൺലൈൻ നമ്മുടെ ജൂലൈയിൽ ചോദിച്ചതാണ്. JEE മെയിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? A.B is equal to A cross B. Then find A minus B. Magnitude of A minus B കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യമേ എഴുതാം. നമുക്ക് തീറ്റ അറിയില്ല. A and B are the two vectors. അവരുടെ തീറ്റ എത്രയാണ് നമുക്ക് ആദ്യമേ അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് കൂടി കണ്ടുപിടിക്കണം. A.B is equal to A cross B. അത് ഒരു ജനറൽ ഫോർമുലയായിട്ട് എഴുതേണ്ടതാണ്. തീറ്റ 45. A.B യുടെ മാഗ്നിറ്റ്യൂഡും A cross B ഈക്വൽ ആകുകയാണെങ്കിൽ ദാറ്റ് ഈസ് AB cos theta is equal to AB sin theta. That is tan theta is equal to 1 or theta is equal to 45 degree. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A square plus B square minus 2 into A into B into cos 45. Clear? That is equal to root of A square plus B square minus 2AB into 1 by root 2. 2 and root 2 കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ root 2. Therefore answer is equal to difference is equal to root of A square plus B square minus root 2AB. That is answer is this. Resultant ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വന്നേനെ പ്ലസ്, വേറെ വ്യത്യാസം. ഓക്കെ, ഇത്രയോ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ഈസ് ഈക്വൽ ടു ക്യൂ. അതിന്റെ അർത്ഥം എയും ബിയും രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. ആൻഡ് പി പ്ലസ് ക്യൂ, അതായത് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ്, ദെൻ ദ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഇത് നമ്മൾ വായിച്ചു തീരുമ്പോൾ ഉടനെ എഴുതണം 90 ഡിഗ്രി. ഇത് പറയണമെന്നില്ല. റിസൾട്ടന്റ് ഡിഫറൻസ് ഈക്വൽ ആയാൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതാണ് അതിന്റെ ആൻസർ. അത് വളരെ പെട്ടെന്ന് ചെയ്യാം. ആൻസർ ഈസ് ബി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ and B is equal to I plus G. Find the projection of A on B. എയുടെ ബിയിലേക്കുള്ള പ്രൊജക്ഷൻ എത്ര? ശരിക്കും ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഇത്, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇതുമാണെന്നിരിക്കട്ടെ.
എക്ക് ബി ഇവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ, എക്ക് ബിയിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എ കോസ് തീറ്റ. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എത്രയെന്നാണ്. ഇനി എക്ക് എയിലേക്കുള്ള ബിയുടെ പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ബി കോസ് തീറ്റ, ബിയുടെ പ്രൊജക്ഷൻ എയിലേക്കാണ് ചോദിച്ചിരുന്നെങ്കിൽ ബി കോസ് തീറ്റ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സിമ്പിൾ. വി നോ ദാറ്റ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണല്ലോ. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. നമുക്ക് വേണ്ടുന്നത് എ കോസ് തീറ്റ ആണ്. therefore എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ബി. ഈ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ഇത് എ ഡോട്ട് ബി. ഇതിനകത്തുനിന്ന് എ ഡോട്ട് ബി എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. എ ഡോട്ട് ബി എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കൂ. അങ്ങനൊന്നും ചെയ്യരുത്. എ ഡോട്ട് ബി 1 into 1 plus j dot, that is 1 into 1 plus 1, that is equal to 2. ഇനി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കൂ. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് ഓഫ് 1 square a plus 1 square, that is equal to root 2. Therefore this is equal to 2 divided by root 2, that is equal to root 2. This is the answer. Answer is A. Okay. ഇനി ബിയുടെ പ്രൊജക്ഷൻ എ ആയിരുന്നു ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ബി കോസ് തീറ്റ ഈസ് ബൈ എ, അപ്പൊ 3 വന്നേരെ. ഇതിന്റെ എയുടെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. റൂട്ട് ഓഫ് 1 square a plus 1 square a plus 1 square, that is equal to root 3. അതൊക്കെ പഠിച്ചോണം. ഇതൊക്കെ നമ്മുടെ റെസൊല്യൂഷനകത്തൊക്കെ ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്മളുടെ റിവറിന്റെ A swimmer can swim with a maximum velocity of 12 km/h in still water. അപ്പോൾ അതായത് v is equal to 12 ആണ്. 12 km/h ആണ്. Water flowing in the river has a velocity 6, that is u is equal to 6 km/h. The direction with respect to the direction of flow of the river water he should swim in order to reach the point on the other bank just opposite. നേരെ ഫ്രണ്ടിൽ എത്തിച്ചേരണമെങ്കിൽ അവൻ എത്ര ഡിഗ്രി ആംഗിളിൽ മൂവ് ചെയ്യണം? അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് യു ഡിവൈഡഡ് ബൈ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 6 divided by 12, that is 1/2. സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1/2 വരണമെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. പക്ഷെ ചോദിച്ചിരിക്കുന്നത് 30 ഡിഗ്രി അല്ല. സംഭവം എന്താ ചോദിച്ചിരിക്കുന്നത്? റിവറിന്റെ ഫ്ലോയുമായിട്ടുള്ളതാണ്. റിവറിന്റെ ഫ്ലോയുമായിട്ട് 90 പ്ലസ് തീറ്റ, that is equal to 120 degree. This is the answer. റിവറിന്റെ പെർപെൻഡിക്കുലറുമായിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി, റിവറിന്റെ ഫ്ലോയുമായിട്ടാണെങ്കിൽ 90 പ്ലസ് തീറ്റ, ദാറ്റ് ഇസ്. അവിടെ ഡാഷ് ആണ്. ജെഇക്ക് ഓപ്ഷൻ തരത്തില്ല. ഡാഷ് ഇട്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസോളം ഡാഷ് ഇട്ട് തരും. അതിന്റെ ആൻസർ എടുത്ത് എഴുതണം. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. എ പേഴ്സൺ ഈസ് സ്വിമ്മിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s at an angle of 1, അപ്പൊ v is equal to 10 m/s. അവൻ ടേൺ ചെയ്യുന്ന ആംഗിൾ വിത്ത് ദ റിവർ ഫ്ലോ, വിത്ത് ദ ഫ്ലോ, അതായത് തീറ്റ പ്ലസ് 90 ഈസ് ഈക്വൽ ടു 120. at an angle of 120 degree with the flow and reaches the a point directly opposite. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ട് സ്പീഡ് ഓഫ് ദ ഫ്ലോ ഈസ് എക്സ്, യു ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാം തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് യു ബൈ വി. ദാറ്റ് ഈസ് സൈൻ 30 degree is equal to sine inverse u by v. Therefore u by v is equal to half. Sin 30 is equal to u by v. Sin 30 is equal to half. അങ്ങനെ എഴുതിക്കോ. ഇനി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ sin 30 is equal to u by v. That is u by v is equal to half. vയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. Therefore u is equal to v divided by 2, that is 10 divided by 2, that is equal to 5 m/s. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഐഡിയ ഉള്ളവനാണെങ്കിൽ 120 ഡിഗ്രിയും 10ഉം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുതും മറ്റേ വേണ്ടത് u5 ആണെന്ന്. അപ്പം എഴുതും. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കില്ല. മനസ്സിലാവുന്നുണ്ട്? അത് ചെയ്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐഡിയകൾ വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ദ സ്പീഡ് ഓഫ് എ സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ. എല്ലാം കണ്ടോ? ഇത് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 19. സ്പീഡ് ഓഫ് എ സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ, ദാറ്റ് ഈസ് v is equal to 20 m/s.
The speed of the river in water, that is u is equal to speed of the river water is equal to 10 meter per second. Okay. And the flowing due east. റിവർ ഫ്ലോ ചെയ്യുന്ന ഈസ്റ്റിലേക്കാണ്. അപ്പൊ ഇത് ഈസ്റ്റ് എന്ന് എടുക്കുക, ഇത് വെസ്റ്റ് എന്ന് എടുക്കുക. അപ്പൊ ഇതായിരിക്കും നോർത്ത്, ഇതായിരിക്കും സൗത്ത്. അപ്പൊ ഇത് നോർത്ത്, ഇവിടെ സൗത്ത്. റിവർ ഇങ്ങനെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ഹി സ്റ്റാൻഡിങ് ഓൺ ദ സൗത്ത് ബാങ്ക്, അപ്പൊ ഇവിടെ നിൽക്കുന്ന അവന് എന്ത് ചെയ്യണം? ആൻഡ് വിഷസ് ടു ക്രോസ് ദ റിവർ അലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. കണ്ടോ, ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേരണം. അവൻ എത്ര ഡിഗ്രി ആംഗിളിൽ മൂവ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. തീറ്റ ഡിഗ്രി. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മേക്സ് ഹിസ് സ്ട്രോക്ക് വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഈസ് ഗിവൺ ബൈ. നോർത്തുമായിട്ട് എത്ര ഡിഗ്രി ആംഗിൾ, അതായത് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് തീറ്റ ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് യു ബൈ വി. ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു മനസ്സിലാക്കുക. സൈൻ ഇൻവേഴ്സ് യു ബൈ വി ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 10/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. therefore ആൻസർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. എന്നിട്ട് എന്ത് പറയണം? 30 ഡിഗ്രി വെസ്റ്റിലേക്ക്. 30 ഡിഗ്രി ഉണ്ടോ? ഇങ്ങോട്ടേക്ക് വെസ്റ്റിലേക്ക്. ഇതൊക്കെ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. സാധാരണ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും ഒന്നും അറിയില്ല. അതൊക്കെ പഠിച്ചു വയ്ക്കണം. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും മുകളിലേക്ക് വരയ്ക്കുന്നത് നോർത്ത്. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് ഈസ്റ്റ്. ബാക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നോർത്തിന് പുറകിൽ വെസ്റ്റ് അല്ലേ? നോർത്തിന് പുറകിൽ സൗത്ത്, ഈസ്റ്റിന് പുറകിൽ വെസ്റ്റ്. അങ്ങനെ വെച്ച് വയ്ക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v is acted by 3 forces shown by the vector triangle PQR. പാരലോ പിന്നെ ട്രയാങ്കിളിലോ കൂടാതെ പോളിഗണലിലോ. The velocity of the particle will. അപ്പൊ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് ഈ ആരോ ഇങ്ങോട്ടേക്ക്, ഈ ആരോ ഇങ്ങോട്ടേക്ക്, ഈ ആരോ ഇങ്ങോട്ടേക്ക്. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ. ആരോകളെല്ലാം ഒരേ ഡയറക്ഷനും ക്ലോസ്ഡ് ഫിഗറുമാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. റിസൾട്ടന്റ് ഇത് ഫോഴ്സസ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് 0. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലേഷൻ 0. അതിന്റെ അർത്ഥം വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ ആൻസർ. അതൊക്കെ നമ്മൾ ആ പോളിഗണലിലോ നമ്മൾ പഠിപ്പിച്ചത് ഓർത്തോളം ഞാൻ വീണ്ടും പറയുന്നു. ആദ്യമായിട്ടാണ് ഈ ഫസ്റ്റ് ഇത് കാണുകയാണെങ്കിൽ അവർ പോയി പഴയ വെക്ടറിന്റെ ഇത് കണ്ടിട്ട് വരും. അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് എലോങ് എ സർക്കുലർ പാത്ത് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 10 meter per second. What is the magnitude of change in velocity of the particle when it moves through an angle of 60 degree? അപ്പോൾ വെലോസിറ്റി റിമെയിൻസ്, magnitude of velocity remains same, angle turned is equal to 60 degree. Then what is a change in velocity? Change in velocity is equal to, if two equal vectors makes an angle 60 degree, then change in velocity is equal to v തന്നെയാണ്. v തന്നെ. √3v എന്ന് പറയരുത്, അത് റിസൾട്ടന്റ്. എപ്പോഴും അത് മനസ്സിൽ വേണം. Therefore answer is equal to എത്രയാണ്? c, that is 10 meter per second തന്നെ. ഇവിടുത്തെ രണ്ട് ആൻസർ കാണാനില്ല, അത് പോക്കോട്ടെ. അത് √3v √2v എന്നൊക്കെ ആയിരിക്കും. നമ്മുടെ ആൻസർ എവിടെയാണ്? 10 meter per second തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. എ സ്ട്രീം ഓഫ് വാട്ടർ. ഇത് 19 ഏപ്രിലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സ്ട്രീം ഓഫ് എ റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് എ സ്പീഡ് ഓഫ് 2 km/h. ദാറ്റ് ഈസ് u is equal to 2. എ സ്വിമ്മർ can swim at a speed of 4 km/h. ദാറ്റ് ഈസ് v is equal to 4. What should be the direction of the swimmer with respect to the flow of the river to cross the river straight? 30 degree. ഇതും വന്നു കഴിഞ്ഞാൽ 30 degree. റിവറിന്റെ ആരുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 30 degree വിത്ത് ദ പെർപെൻഡിക്കുലർ ഓഫ് ദ റിവർ. therefore വിത്ത് ദ റിവർ തീറ്റ പ്ലസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 degree. വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ എന്ന് പ്രത്യേകം പറയുന്നു. വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ. ഓക്കെ, അടുത്ത എത്രയോ ക്വസ്റ്റ്യൻ ഇപ്പൊ ആയെന്ന് നമ്മൾ നോക്കി ഇതിനകത്തൊക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ, അതും അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എ ബോട്ട് ഈസ് മൂവിംഗ് ഫ്രം ഈസ്റ്റ് ബാങ്ക് ഓഫ് ടു ദ വെസ്റ്റ് ബാങ്ക് ഓൺ എ സൗത്ത് ഫ്ലോയിങ് റിവർ. അപ്പൊ റിവർ നമ്മൾ ഇവിടെ എഴുതുന്നു. ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുന്നു. ഇത് നോർത്താക്കി എടുക്കുന്നു, ഇത് സൗത്ത്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ്. അതെപ്പോഴും ചിന്തിക്കണം. ഇവിടെ റിവർ ഫ്ലോ ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? സൗത്തിലേക്ക് റിവർ ഫ്ലോ ചെയ്യുന്നു. സൗത്ത് ഫ്ലോയിങ് റിവർ, ദാറ്റ് ഈസ് യു.
Speed of the boat, that is V is equal to 4 kilometer per hour. And that of river, that is U is equal to 3. The width of the river is 2 kilometer. River and the width എന്ന് പറയുന്നത് 2 kilometer ആണ്. എന്ത് ചോദിക്കുന്നത്? The distance traveled by the boat is. അപ്പോൾ ഇവിടെ a boatman from the east bank of a river, ഇവിടെ നിൽക്കുന്ന ഒരാൾ v വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പക്ഷെ റിവർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവനെ അടിച്ചെടുത്ത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ടുവന്നാക്കുക. ഇവിടെ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഇതിനെ ഞാൻ എ എന്നെടുക്കുന്നു, ഇതിനെ ബി എന്നെടുക്കുന്നു, ഇതിനെ സി. ആക്ച്വലി അയാൾ എത്തിച്ചേർന്നത് ഇവിടെയാണ്, സിയിലാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോട്ട്. ബോട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഡിസ്റ്റൻസ് എ ബൈ വി ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എ ഡിവൈഡഡ് ബൈ യു ഈസ് ഈക്വൽ ടു എക്സ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ. ഇത് റിസൾട്ടന്റ് വെലോസിറ്റി. ഇത് വിയും ഇത് യുവുമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് എക്സും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന്റെ ഇവിടുത്തെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 2 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് 2 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ വി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ. മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് എ ബൈ ഈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എ ബൈ ഈ വെലോസിറ്റി. ദിസ് ഈസ് കാൾഡ് ടൈം. ടൈം ടേക്കൺ എല്ലാവർക്കും സെയിം ആയിരിക്കണം. ഇതിനകത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ വി. ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ഇതെത്രയാണ്? വിയുടെ വാല്യൂ എത്രയാണ്? 4ഉം 3ഉം ആകുമ്പോൾ ഇത് 5 വരും. റൂട്ട് ഓഫ് 4 സ്ക്വയർ എ പ്ലസ് 3 സ്ക്വയർ എ ഡിവൈഡഡ് ബൈ വി. വിയുടെ വാല്യൂ എത്രയായിരുന്നു? 4. That is equal to 2 into 5 divided by 4. 10 by 4, that is equal to 2.5 kilometer. This is the answer. Answer is equal to 2.5 kilometer. That is B. മനസ്സിലാവുന്നുണ്ടേ? ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായിക്കോണം. അടുത്ത ക്വസ്റ്റ്യൻ 11. If the magnitude of the sum of two vectors is equal to the magnitude of the resultant of two vectors, the angle between them. പറയേണ്ട കാര്യമില്ല. റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡും ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആകുകയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നീറ്റ് 2016. അടുത്തത് 12th ക്വസ്റ്റ്യൻ. An aeroplane is flying with a uniform speed 150 km per hour along the circumference of a circle. Change in velocity after half revolution. Half revolution ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി v ഇങ്ങോട്ട്, ഇവിടെ half revolution വരുമ്പോൾ ഇവിടെ വരും. That is v. That is change in velocity after half revolution is equal to 2v. That is 2 into 150. That is equal to 300 km per hour. Therefore, answer is D. സിമ്പിൾ അല്ലേ ഇതെല്ലാം? നമ്മളിപ്പോൾ വെക്ടർ എന്ന് പറയുന്ന വലിയ പ്രശ്നമായിട്ട് പഠിച്ചെങ്കിൽ ഇപ്പോൾ സിമ്പിളായി വരുന്നു. 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ ദ ഗിവൺ ഡയഗ്രാം PQ is equal to A, QR is equal to B, RS is equal to C. അപ്പൊ ഞാൻ ഈ ഫിഗർ ഒന്ന് വലുതാക്കുന്നു. ഇച്ചിരി ഒന്ന് വലുതാക്കാം നമുക്ക്. ഇങ്ങനെ വലുതാകട്ടെ. അപ്പോൾ PQ എന്ന് പറയുന്നത് A ആണ്, QR എന്ന് പറയുന്നത് B ആണ്, RS എന്ന് പറയുന്നത് C ആണ്. then PS is equal to, ഓർക്കുക ഇതിന്റെ ആരോ ഇരിക്കുന്നത് താഴേക്കാണ്. ഇവര് 3 പേര് ഒരേ ഡയറക്ഷനാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് ഓപ്പോസിറ്റ് ആയിട്ട്. അതിന്റെ അർത്ഥം ഇതെന്ന് പറയുന്നത് A പ്ലസ് ബി പ്ലസ് സി ആണ്. സോറി, മൈനസ് A പ്ലസ് ബി പ്ലസ് സി ആണ്. കാരണം ഇത് ഇങ്ങനെ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നുണ്ട്. PS ഈസ് ഈക്വൽ ടു A പ്ലസ് ബി പ്ലസ് സി. കാരണം ഇവന്റെ ടെയിലിൽ നിന്നും ഇവന്റെ ഹെഡിലേക്കാണ് വരയ്ക്കുക. അപ്പൊ ഇതാണ് റിസൾട്ടന്റ്. ഹെഡിൽ നിന്നും ടെയിലിലേക്ക് വരയ്ക്കുന്നതാണ് റിസൾട്ടന്റ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു A പ്ലസ് ബി പ്ലസ് സി. Therefore, PS ഈസ് ഈക്വൽ ടു A പ്ലസ് ബി പ്ലസ് സി. ആൻസർ ഈസ് സി. മനസ്സിലായോ?
ഇങ്ങനെ ഒരു വെക്ടറും വരച്ചു കഴിഞ്ഞാൽ എയും ബിയും വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എ പ്ലസ് ബി. നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് എയും ഇങ്ങോട്ടേക്ക് ബിയും വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എ പ്ലസ് ബി. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ എ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതിന്റെ ടെയിലിൽ നിന്നും ഹെഡിലേക്ക് വരയ്ക്കുമ്പോൾ ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി. ദാറ്റ് ഈസ് ആൻസർ. മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The magnitude of a set of 3 vectors are given below. The set of vectors for which the resultant cannot be 0. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി സമയമെടുക്കും. അതായത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ആദ്യം പറയാണ് 5ഉം 8ഉം 2 വെക്ടേഴ്സ്. ഇതിന്റെ റിസൾട്ടന്റ് 0 വരണമെങ്കിൽ മൂന്നാമതൊരു വെക്ടർ എത്ര വരണം? ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. 5ഉം 8ഉം 2 വെക്ടേഴ്സ്, അവരുടെ റിസൾട്ടന്റ് 0 വരണമെങ്കിൽ മൂന്നാമതൊരു വെക്ടർ വേണം. അത് എത്ര വരണം? അപ്പൊ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് 2 വെക്ടേഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. എയും ബിയും 2 വെക്ടേഴ്സ്, അവരുടെ റിസൾട്ടന്റ് ഇങ്ങോട്ടേക്കായിരിക്കും വരിക. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അത്രയും തന്നെയുള്ള മൂന്നാമതൊരു വെക്ടർ വരികയാണെങ്കിൽ ആറും സിയും ഈക്വൽ ആകുകയും സി ആറിന് ഓപ്പോസിറ്റും ആകുകയാണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവും. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഞാനിപ്പോ ഇതിനെ വേറൊരു കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, സി. അപ്പൊ എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ആണ് ആർ. ആ ആറിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടൊരു വെക്ടർ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് 0 ആകാം. അപ്പൊ റിസൾട്ടന്റ് 0 ആകണമെങ്കിൽ സി എന്ന് പറയുന്ന സാധനം ഇതിന്റെയും റിസൾട്ടന്റിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. ഓപ്പോസിറ്റ് തൽക്കാലം വിടും, ഓപ്പോസിറ്റ് ആയിരിക്കണം. ഈ റിസൾട്ടന്റ് എത്ര വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയൂ അറിയില്ല സാറ്, തീറ്റ തരണം. അത് തീറ്റ തന്നാലേ നമുക്ക് റിസൾട്ടന്റ് അറിയാൻ പറ്റും. അപ്പൊ തീറ്റ തരാത്രത്തോളം കാലം നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഇവരുടെ റിസൾട്ടന്റ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക്, ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കാര്യം നമുക്ക് പറയാം. ഈ റിസൾട്ടന്റിന്റെ വാല്യൂ എ മൈനസ് ബിക്കും എ പ്ലസ് ബിക്കും ഇടയിലായിരിക്കും. പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എ മൈനസ് ബി ആകാം, എ പ്ലസ് ബി അതിന്റെ ഇടയിലാകാം. അപ്പോ മൂന്നാമത്തെ വെക്ടറിന്റെ വാല്യൂ എ മൈനസ് ബിക്ക് മുകളിലും എ പ്ലസ് ബിക്ക് താഴെയും ഇടയിലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ റിസൾട്ടന്റ് 0 ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. റിസൾട്ടന്റിന്റെ വാല്യൂ, അപ്പൊ മൂന്നാമത് ഉപയോഗിക്കുന്ന സി എന്ന് പറയുന്ന വെക്ടർ എ മൈനസ് ബിക്കും എ പ്ലസ് ബിക്കും ഇടയിലും ആയിരിക്കുകയും ചെയ്യണം, ആറിന് ഓപ്പോസിറ്റുമായിട്ട് വരണം. എന്നാൽ റിസൾട്ട്, അപ്പൊ പോസിബിലിറ്റി നോക്കിയാൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഇതിന്റെ റിസൾട്ടന്റ് 0 വരണമെങ്കിൽ മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടർ 8 മൈനസ് 5ഓ 8 പ്ലസ് 5ഓ അതിനിടയിലുള്ള ഏതെങ്കിലും ആയിരിക്കും. അതായത് 3ക്കും 13നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വെക്ടർ ആയിരിക്കണം. റിസൾട്ടന്റ് 0 വരണമെന്നുണ്ടെങ്കിൽ തേർഡ് വെക്ടർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ സം ഓഫ് ദ ഫസ്റ്റ് 2 വെക്ടേഴ്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 വെക്ടേഴ്സ്. അങ്ങനെ വന്നാൽ അവിടെ ഈ റിസൾട്ടന്റ് ഈക്വൽ 0 ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെ പോയാ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ അതങ്ങോട്ട് നമുക്ക് നോക്കാം. ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയാണ്. ഇവിടെ ചെയ്യുന്നത് മനസ്സിലാക്കാം. ആദ്യത്തെ സെറ്റ് 15, 20, 30. നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുക 5, ആഡ് ചെയ്യുക 35. ഇതിന് രണ്ടിനും ഇതോ ഇതിന് രണ്ടിനും ഇടയിലാണോ മൂന്നാമത്തത് നോക്കുക. ആണ്. അതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇത് ഇക്വിലിബ്രിയത്തിൽ ആണെന്നല്ല, ഇക്വിലിബ്രിയത്തിൽ വരാം. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 3 സെറ്റ് തന്നിട്ട് ഇക്വിലിബ്രിയം ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 വെക്ടർ, ആദ്യത്തെ 2 എടുക്കണമെന്ന് ഒരു നിർബന്ധത്തിൽ, ഏതെങ്കിലും 2 വെക്ടർ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10ഉം 40ഉം 50ഉം വരും. 10നും 50ക്കും ഇടയിലാണോ ഈ 15? അതെ. അതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ വരാം. ഇനി അതും എടുക്കണമെന്നില്ല, ഇത് രണ്ടും കൂടെ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 15, 45. 15നും 45നും ഇടയിലാണോ 20? അതെ. അതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ വരാം. അപ്പൊ ഫസ്റ്റ് സെറ്റ് ഇക്വിലിബ്രിയത്തിൽ വരാം. ചോദിച്ചിരിക്കുന്നത് റിസൾട്ടന്റ് കനോട്ട് ബി 0 ആണ്. അപ്പൊ ഇത് 0 വരാം. അടുത്ത ഇത് നോക്കുക. ഇത് ഞാൻ നോക്കുമ്പോൾ 20, 20, 30. ഞാൻ ഇത് രണ്ടും കൂടെ എടുക്കുന്നു. ദാറ്റ് ഈസ് 10, 50.
10നും 50ക്കും ഇടയിലല്ലേ രണ്ടാമത്തവൻ? അതെ, അതുകൊണ്ട് അതും ഇക്വിലിബ്രിയത്തിൽ വരാം. അടുത്ത മൂന്നാമത്തെ നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ എടുക്കുമ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആൻഡ് 60. 10നും 60ക്കും ഇടയിലാണോ മൂന്നാമത്തത്? അതെ, അതുകൊണ്ട് അതും ഇക്വിലിബ്രിയത്തിൽ വരാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഇതെടുക്കുന്നു. 10, 20. ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. 0, 20. 0ക്കും 20ക്കും ഇടയിലോ അതോ? അപ്പൊ അതാ 20 വരുന്നു. അതുകൊണ്ട് അതും ഇക്വിലിബ്രിയത്തിൽ വരാം. ഇത് വരാം, ഇതും വരാം. അടുത്തത് നോക്കൂ. 10, 20, 40. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 10, ആഡ് ചെയ്യുമ്പോൾ 30. 10നും 30ക്കും ഇടയിലാണോ 40? അല്ല. അതുകൊണ്ട് ലാസ്റ്റ് സെറ്റിന് ഇക്വിലിബ്രിയം വരില്ല. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ ഇത്ര 5 എണ്ണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിക്കോണം. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് അതോടുകൂടി വെക്ടർ തീർന്നു. ഇതുവരെ ഉള്ളത് നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ബേസിക്സ് ഇൻ ഫിസിക്സ്, അതുപോലെ തന്നെ വെക്ടർ. ഇതിത്രയും നിങ്ങൾ ചാപ്റ്റർ ആയിട്ട് ഒരിക്കലും പഠിക്കരുത്. ഇതിത്രയും നിങ്ങൾ എത്ര പ്രാവശ്യം വീണ്ടും കാണാം. എത്രയും പ്രാവശ്യം കാണാൻ പറ്റുന്ന കണ്ട് ബേസ് ഉറപ്പിക്കുക. ഇത്രയും ബേസ് ഉറച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന ചാപ്റ്ററിൽ എവിടെ വെക്ടർ വന്നാലും, എവിടെ ട്രിഗണോമെട്രി വന്നാലും, എവിടെ ഇന്റഗ്രേഷൻ വന്നാലും, ഡിഫറൻഷിയേഷൻ വന്നാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഡയമെൻഷണൽ അനാലിസിസ്, എറർ അനാലിസിസ്, ഇതൊക്കെ എവിടെ വന്നാലും നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് ശ്രദ്ധിക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ഒരു 5 വീഡിയോ ഉണ്ട്. കാൽക്കുലേഷൻ, അത് മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് ഒരു 5 വീഡിയോ ഉണ്ട്. എല്ലാം അരമണിക്കൂർ വെച്ചിട്ടൊക്കെ ഉള്ളൂ. പിന്നെ കൂടാതെ വെക്ടറിന്റെ 3 വീഡിയോ. ഇത്രയും വീഡിയോ നിങ്ങൾ നല്ല എടുത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ, നമ്മുടെ ചാനലിൽ കയറിയതിനു ശേഷം നിങ്ങൾ അതിനകത്ത് നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് കിടപ്പുണ്ട്. അതെടുത്താൽ മാത്തമാറ്റിക്കൽ ബേസ് കിട്ടും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന തിയറി പാർട്ടിന് കിടപ്പുണ്ട്. നീറ്റ് തിയറി, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ വെക്ടർ എന്ന് പറയുന്നത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ബേസ് വീഴും. ഫുൾ ബേസ് ഇടണം. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ നന്നായിട്ട് ബേസ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ബൈ.